അങ്ങനെ നമ്മുടെ സ്വന്തം ദളപതി വിജയുടെ അവസാനത്തെ സിനിമ. ഈ അവസാന സിനിമ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് സങ്കടമുണ്ട്. കാരണം ഒരു ദളപതി ഫാൻ എന്ന രീതിയിൽ നമ്മൾ ആരും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. പുള്ളി പൊളിറ്റിക്സിലോട്ടൊക്കെ പൊക്കോട്ടെ, പക്ഷെ എങ്കിലും പുള്ളി സിനിമ ഇനി ചെയ്യൂല എന്ന് ആ ഓഡിയോ ലോഞ്ച് പറഞ്ഞപ്പോഴത്തേക്കും, അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇനി ഒരു വിജയുടെ FDFS സിനിമ നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി പറ്റൂല. ഓഡിയോ ലോഞ്ച് ഇല്ല, പുള്ളിയുടെ കുട്ടി സ്റ്റോറി ഇല്ല, പഴയ പോലെ ലീക്ക് വീഡിയോസ് ഇറങ്ങി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കുന്ന പരിപാടിയില്ല, ഒരു ട്രെയിലറും സോങ്ങും ഒക്കെ ഇറക്കി യൂട്യൂബും ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയയും കത്തിക്കുന്ന പരിപാടിയില്ല. അതെല്ലാത്തിനും ഇനി വിരാമം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സിനിമ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അവസാനത്തെ സിനിമ ലോകേഷിന്റെ കൂടെ ചെയ്യും, അല്ലെങ്കിൽ അറ്റ്ലിയുടെ കൂടെ ചെയ്യും, അല്ലെങ്കിൽ നെൽസന്റെ കൂടെ ചെയ്യും എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ H വിനോദിനാണ് പുള്ളി കൈ കൊടുത്തത്. അപ്പൊ ജനനായകൻ ഈ പടം അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ ഇത് റീമേക്ക് അല്ലേ, നമ്മുടെ ബാലയ്യ അണ്ണന്റെ ഭഗവത് കേസരിയുടെ റീമേക്ക് അല്ലേ എന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എനിവേ, നമുക്ക് എന്തായാലും നമ്മുടെ ജനനായകന്റെ ട്രെയിലർ ഒന്ന് കാണാം. അങ്ങനെ ബിൽഡപ്പിലൊക്കെയാണ് നമ്മുടെ ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദളപതി വെട്ടിക്കൊണ്ട് അങ്ങനെ ദളപതി എന്നാണ് വിജയുടെ കഥാപാത്രത്തിന്റെ പേര് തന്നെ, ദളപതി എന്ന് വെച്ചിട്ടാണ്. അത് കുറച്ച് അവർ അല്ലേ എന്നൊരു സംശയമുണ്ട്. ദളപതി പോലീസും ഉണ്ട്, നോർമൽ വിജയ് ഉണ്ട്. അതായത് രണ്ട് ക്യാരക്ടർ അല്ല, ഇത് ആക്ച്വലി നമ്മുടെ ബാലയ്യയുടെ ഒരു മൂവി ഉണ്ട്, അതിന്റെ റീമേക്ക് തന്നെയാണ്. നമ്മൾ ആ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്. ഇത് മമതയുടെ അത് തന്നെ മമതയുടെ ക്യാരക്ടർ. ഇത് ഭഗവത് കേസരിയുടെ റീമേക്ക് തന്നെയാണ്, അതിനകത്ത് സംശയമൊന്നും വേണ്ട. ബാലയ്യ ഒരു വലിയൊരു ടാങ്കർ ലോറി ഇങ്ങനെ പറപ്പിച്ചുകൊണ്ടിരുന്ന സീനുണ്ട്. അത് ഈ സെയിം അല്ലല്ല, അത് ഇതിൽ കാണും, ഇങ്ങനെയാണെങ്കിൽ കാണും. ബോബി ഡിയോളാണ് നമ്മുടെ വില്ലൻ. പുള്ളി ഇപ്പോൾ ഒഫീഷ്യൽ വില്ലനായിട്ട് കങ്കുവയില് പുള്ളി അവരാതെ വരുന്നു. വില്ലൻ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കേട്ടോ. ബിൽഡൻ ഫ്രെയിംസ് ഒക്കെ കൊള്ളാം. നമുക്ക് കാണുമ്പോഴത്തേക്കും ആ കളറിങ്ങും പരിപാടിയും കുറെ കാസ്റ്റ് ഉണ്ട് കേട്ടോ. അതിനകത്ത് കജോൾ ചെയ്ത ആ ഒരു റോളാണ് ഇതിനകത്ത് പുള്ളി ചെയ്യുന്നത്. പുള്ളിയുടെ പൊളിറ്റിക്സ് പരിപാടി കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. ഈ സാധനമൊക്കെ നമുക്ക് രക്ഷകൻ അത് പറയാം. വിജയന്റെ രക്ഷകൻ പരിപാടിയൊക്കെ നമുക്കിത് ഓക്കെയാണെന്നേ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് പുള്ളിയുടെ ആ ഒരു പൊളിറ്റിക്സ് പരിപാടി ഇതിലൂട്ടത്തിൽ ആഡ് ചെയ്യും. ആ സ്ഥിര ആക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഈ കഴുത്ത് ഒടിക്കുക, വിയർപ്പെടുത്ത് മാറ്റുക, ആ സാധനമൊക്കെ ഒന്ന് മാറ്റിയ കുറച്ചുകൂടെ വെയിറ്റിംഗ് പറയില്ല. വെയിറ്റിംഗ് പറയുന്നത് അല്ലല്ല, ഇത് പൊളിറ്റിക്സിലേക്ക് വരുന്നു, അത് ആ രീതിയായിരിക്കുമല്ലോ. ഇത് ആ പൊളിറ്റിക്സ് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. എന്ത് റോബോട്ടാ, TVKയുടെ ലോഗോ ഒക്കെ വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഒരു റോബോട്ടൊക്കെ വരുന്നുണ്ട്, അതൊന്നും അറിയില്ല. ഇപ്പോ ഇടയ്ക്ക് പറഞ്ഞ പോലെ നമ്മൾ ഇതിനകത്ത് രക്ഷകൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതിനകത്ത് നമുക്ക് അതിശയില്ല. കാരണം വിജയുടെ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തൊരു രക്ഷകൻ എലമെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. അത് ആയിക്കോട്ടെ, അല്ലാതായിക്കോട്ടെ, പുള്ളി ആരെ വേണമെങ്കിലും രക്ഷിച്ചോട്ടെ. നമ്മള് വിജയുടെ സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്നത് എന്തിനാണ്? നമുക്കൊരു ആഘോഷമാണ്. പാട്ട്, ഡാൻസ്, ഫൈറ്റ്, കുറച്ച് ഇമോഷൻസ്, വിജയുടെ കുറച്ച്. അതായത് വിജയ് ഇപ്പൊ ഐ ആം വെയിറ്റിംഗ് എനിക്കൊരു 4-5 സിനിമയെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഫാൻസിന് അത് പ്രശ്നമല്ല. ഈ പടം റീമേക്ക് ആണ്. ഓക്കെ, എനിക്കിത് കണ്ടപ്പോൾ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭഗവത് കേസരിയുടെ റീമേക്ക് തന്നെയാണ്. ബാലയ്യ ചെയ്ത ആ റോളായിരിക്കും വിജയ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ എന്താ പറയണ്ടേ, കഥ പറയുമ്പോഴത്തേക്കും ഒരു പോലീസ് റോൾ വരുന്നു. പ്രസന്റ് സിറ്റുവേഷനകത്ത് ഒരു എന്താ പറയണ്ട, ഒരു സ്വന്തം മകളല്ല, ഒരു സഹോദരിയെ പോലെ കാണുന്ന, അല്ലെങ്കിൽ ഒരു പൃഥുവാത്സല്യമുള്ള ഒരാള് മകളെ കെയർ ചെയ്യുന്നു. അതിന്റെ കുറെ സംഭവങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നു. പുള്ളിയെ പ്രേമിക്കാനായിട്ട് കജോളിന്റെ റോള് ഇവിടെ വേറൊരാൾ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ട ഐറ്റംസ് തന്നെയാണ്. പക്ഷേ
വിജയുടെ സിനിമ നമ്മൾ കണ്ടു മടുത്ത ഐറ്റം ആണെന്നുണ്ടെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. കഥ വേണമെന്നില്ല, ഇനി നമ്മൾ കണ്ട കഥ തന്നെ ആയിക്കോട്ടെ, അതും പ്രശ്നമില്ല. വിജയെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും വിജയ് ആ പടത്തെ അങ്ങ് കൊണ്ടുപോകും. നമ്മൾ തിയേറ്ററിനകത്തിരുന്ന് നമുക്ക് ആഘോഷിക്കാനുള്ള പരിപാടി ഉണ്ടാവും. ഇപ്പൊ എഴുതി വെച്ച് തരാം, ഈ പടത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ അല്ലെങ്കിൽ ആദ്യത്തെ 2 ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഈ ഭഗവന്ത് കേസരി സിനിമയുടെ ഓവറോൾ കളക്ഷനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് റീമേക്ക് ആണോ അല്ലയോ, ബാലയ ചെയ്താണോ അല്ലയോ എന്നുള്ളത് ഇവിടുത്തെ വിഷയമേ അല്ല. പക്ഷെ എനിക്ക് തോന്നുന്ന കാര്യം, ആ പടത്തിന്റെ റീമേക്ക് റൈറ്റ്സ് ഇവർ വാങ്ങിച്ചിട്ടുണ്ടാവാം, പക്ഷെ ഇത് അങ്ങനെ തന്നെ എടുത്ത് പ്ലേസ് ചെയ്ത് വെക്കില്ല. ഞാനിത് കണ്ടപ്പോഴത്തേക്ക് ഭഗവന്ത് കേസരി കണ്ടതാണ്. അതിന്റെ കുറെ സാധനം ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ കാണാം. കുറെ ഫൈറ്റും പരിപാടിയും പ്ലോട്ടൊക്കെ സെയിം തന്നെയാണ്. വില്ലനും നായകനും പരിപാടി പ്ലോട്ട് എല്ലാം സെയിം ആണ്. അതിനകത്ത് ഇല്ലാത്ത കുറച്ച് സാധനം നമ്മൾ വേറെ കാണുന്നുണ്ട്. കുറച്ച് പൊളിറ്റിക്സ് പരിപാടി കാര്യങ്ങളൊക്കെ വിജയുടെ ആയിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുവരും. എനിക്ക് തോന്നി അതായത് പുള്ളി പൊളിറ്റിക്സിലേക്ക് കയറുമ്പോൾ ആ പൊളിറ്റിക്സിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു എൻട്രിയാണ്. അതായത് പൊളിറ്റിക്സിന്റെ, അതായത് തമിഴ്നാട് പൊളിറ്റിക്സിന്റെ ഒരു ട്രെയിലറാണ് ഈ ജനനായകൻ സിനിമ. അങ്ങനെയാണ് പറയാനായിട്ട്. അതായത് സിനിമയുടെ അവസാനവും പൊളിറ്റിക്സിന്റെ തുടക്കത്തിനും വേണ്ടിയിട്ട് പുള്ളി ചൂസ് ചെയ്ത ഒരു സിനിമയാണ് ഇത്. അതായത് ഇനി സിനിമയിൽ നിന്ന് പുള്ളി റിയാലിറ്റിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ സിനിമയാണ് തമിഴ്നാട് ജനങ്ങൾക്ക് പുള്ളി എടുത്ത് വെച്ച് കൊടുക്കുന്ന സാധനം. അതായത് തന്റെ പൊളിറ്റിക്സിന് ഇങ്ങനെയാണ് എന്നുള്ളത് ഈ സിനിമയിലൂടെ പുള്ളി പറഞ്ഞു. നമുക്ക് ഇത്രേ ഉള്ളൂ. ഈ പടം നമ്മൾ തിയേറ്ററിൽ കാണുമ്പോഴത്തേക്കും നമുക്ക് ആഘോഷിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ദളപതിയുടെ പടം നമ്മൾ കാണുന്നത് അതിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് നമുക്ക് വേറെ സംഭവം ഇല്ല. ഇപ്പൊ ഈ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് ദളപതി എന്ന് ഇട്ടത് തന്നെ അത് വേറെ ഏതൊരു നടനെ അങ്ങനെ ഇട്ട് ഇപ്പൊ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മെഗാസ്റ്റാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ മോഹൻലാലിന്റെ മമ്മൂട്ടിന്റെ സിനിമ ഒക്കെ കാണിച്ച് നമ്മൾ ഇവിടുന്ന് പോവും. അത് വർക്കാവൂല. മൂവിയുടെ പേര് കണ്ടില്ലേ? ആ മൂവിയുടെ പേര് ജനനായകൻ, അത് പോട്ടെ. അല്ല, ദളപതി എന്നാണല്ലോ വിജയനെ വിളിക്കുന്നത്. ആ ക്യാരക്ടറിന്റെ പേര് മെസ്സേജ് വരുന്നത് ദളപതി തന്നെയാണ്. ഇതൊന്നും വിഷയമല്ല. ദളപതി ഫാൻസിന് ഇതൊന്നും പ്രോബ്ലമേ അല്ല. നമ്മൾ വിജയുടെ പടം തിയേറ്ററിൽ പോയി കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ വിനോദ് ഒരു 2.5 മണിക്കൂർ ഒരു നല്ല ഐറ്റം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പടം ഹിറ്റാവും. അല്ലാന്നുണ്ടെങ്കിൽ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് പോകുന്നതിന് മുന്നുള്ള അവസാനത്തെ പടം ഒരു ക്രിഞ്ച് പൊട്ടപ്പടമായിട്ട് മാറും. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല പടം ഹിറ്റാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കാം. ട്രെയിലർ കാണുമ്പോഴത്തേക്കും കുറച്ച് ലെങ്ത് കൂടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒന്നെങ്കിൽ സക്സസ് ആയിട്ട് നിർത്താം, അല്ലെങ്കിൽ അതെ, അവസാനത്തെ ബോംബ് ഇട്ടി നിർത്തുന്നു എന്ന് പറഞ്ഞില്ലേ ഇപ്പോ. എനിവേ, എന്തായാലും നമ്മൾ FTFS പടം പോയി കാണും. കാരണം നമുക്ക് ഈ ദളപതിന് ഇങ്ങനെ ഇനി കാണണമെന്നുണ്ടെങ്കിൽ കുറെ നാൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ കാണാൻ പറ്റിയില്ലെന്നും വരും. അപ്പോൾ എന്തായാലും ഈ പടം തിയേറ്ററിൽ പോയി കാണും. ഞാൻ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തു നിൽക്കുകയാണെന്ന് എനിക്കറിയാം. ട്രെയിലറിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എനിക്കൊരു ട്രെയിലറായിട്ട് തോന്നി. പിന്നെ റീമേക്ക് ആയതുകൊണ്ട് നമുക്ക് റീമേക്ക് ആണല്ലോ എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടൊരു സംതിങ് എന്തോ ഒരു സംഭവം. കുഴപ്പമില്ല, നമ്മുടെ ദളപതി അല്ലേ, എല്ലാം സെറ്റാക്കി. ആ പഴയതില് അല്ലേ ഒറിജിനലിലും വ്യത്യാസം വരുത്തി ഏറ്റവും നന്നാക്കി വിജയ് ചെയ്യുമെന്ന് തന്നെ കരുതുന്നു. വിജയ് സൂപ്പർ ആക്കും. അണ്ണ 6 ദളപതി.